സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കിട്ടൂല. നിയമബന്ധിതമായിട്ടുള്ളതിന് മാത്രമേ അള്ളാഹുവിൽ നിന്ന് സവാബ് കിട്ടുള്ളൂ. അതുകൊണ്ട് പലിശത്തീനികളാകരുത്. വൽ അമാ, കണ്ണ് കാണാതെ വരുന്ന അന്ധന്മാരാരാന്നറിയോ? മൻ യജൂറു ഫിൽ ഹുക്കും, അള്ളാഹുവിന്റെ വിധിയിൽ അക്രമം ചെയ്യുന്നവർ. മനസ്സിലായോ? അള്ളാഹുവിന്റെ വിധിയിൽ അക്രമം ചെയ്യുന്ന അള്ളാഹു താല ഖുർആനിൽ പഠിപ്പിച്ച വിധിയാണ്. ഇനി ഫത്വ വരാൻ നമ്മുടെ നാട്ടിൽ ആൾക്കാരുണ്ട് കേട്ടോ. മലയാളത്തിലെ ഫത്വാണോ? ഉണ്ട്, കൊടുത്തവരും ഉണ്ട്, അങ്ങനെ അത് കൊടുക്കുന്നവരുണ്ട്. 3 ത്വലാഖ് ഒരു ഭർത്താവ് ഭാര്യയെ ചൊല്ലിയാൽ എന്താ അള്ളാഹു തആലയുടെ തീരുമാനം? ഫൈൻ ത്വല്ലഖഹാ, 3 ചൊല്ലിയാൽ ഫലാ തഹില്ലു ലഹു, പിന്നെ ആ പെണ്ണ് അവന് ഹലാലാകൂല ഹത്താ തൻകിഹ സൗജൻ ഗൈറ, വേറൊരാൾ ആ പെണ്ണിനെ വിവാഹം ചെയ്യണം. വിവാഹം ചെയ്താ പോരാ, ശാരീരിക ബന്ധം പുലർത്തണം, ശരിയായ നിലക്ക് ബന്ധപ്പെടണം. ബന്ധപ്പെട്ടാ പോരാ, ത്വലാഖ് ചൊല്ലണം. ചൊല്ലിയാ പോരാ, ഇദ്ദ കഴിയണം. കഴിഞ്ഞാ പോരാ, പുതിയ മഹറും കൊടുത്ത് പുതിയ നിക്കാഹ് ചെയ്യണം. ഇതല്ലേ അള്ളാഹു പഠിപ്പിച്ച നിയമം. വ്യക്തമായി ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ചതാണ്. പക്ഷേ ചിലര് പറഞ്ഞു 3 അങ്ങനെ ചൊല്ലിയതൊക്കെ പെട്ടെന്ന് വന്നുപോയ വാക്കായിരിക്കും, പ്രശ്നാക്കണ്ട, 1 കൂട്ടിയിട്ട് നിങ്ങളങ്ങ് ജീവിച്ചോളൂ. അതിന് ഫത്വ കട്ടിയിൽ കൊടുക്കാറല്ലോ. മഹാമൗലവിമാരെ നിറഞ്ഞിക്കല്ലേ അവരെടുത്ത് 1+1 എത്രയാകുള്ളൂ? നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചെങ്ങനെ 1ലേക്ക് 1 കൂട്ടിയാൽ എത്രയാവും? 2. അതിലേക്ക് 1 കൂടി കൂട്ടിയാൽ ഇവരെടുത്ത് 1ലേക്ക് 1 കൂട്ടി എത്രയാവുള്ളൂ? 1 ആകുള്ളൂ. പുതിയ കണക്കാണ് 2025. അറിയില്ല, പുതിയ കണക്കാ. ആകെ 1 ഉള്ളൂ. 3 3 പരിപാടി തന്നെയല്ല, 2 ഇല്ല. 3 ചൊല്ലിയ ആൾക്കാരെ, എത്ര ആൾക്കാരെ സഹോദരങ്ങളെ അങ്ങനെ ഒപ്പിച്ചു വിട്ട് ശരിയാക്കുന്നത്? കടുത്ത സിനയല്ലേ നടക്കുന്നത്? വ്യഭിചാരല്ലേ നടക്കുന്നത്? വേശ്യാവൃത്തിയല്ലേ നടക്കുന്നത്? അള്ളാഹുവിന്റെ നിയമത്തിൽ ആരാ മാറ്റം വരുത്തുന്നത്? ഇവിടെ മാറ്റം വരുത്താൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് 3 ത്വലാഖും ചൊല്ലിയ ഒരാള് വന്നിട്ട് ചോദിച്ചു, നബിയെ 3 ത്വലാഖും ഞാൻ ചൊല്ലിപ്പോയി, ഇനി എന്താ ചെയ്യാ? ഒരു മാർഗവുമില്ല. മറ്റൊരാള് നിക്കാഹ് ചെയ്താ പോരാ, നിക്കാഹ് ചെയ്തിട്ട് കൂടെ കിടന്നാ പോരാ, ശരിയായ നിലക്കുള്ള ശാരീരിക ബന്ധം പുലർത്തിയിട്ട് അവര് തമ്മിലുള്ള ആസ്വാദനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ത്വലാഖല്ലിട്ട് ഇദ്ദ കഴിഞ്ഞിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചെടുത്തോളൂ. വേറെന്താ മാർഗങ്ങള്? എന്നിട്ട് ആ നിയമം അങ്ങനെ പച്ചയായിട്ട് ഖുർആനിലും ഹദീസിലും വന്ന നിയമം ഉദാഹരണം പറഞ്ഞതാ. നിയമത്തിൽ കൈകടത്തുന്നവർ, അവർക്ക് ശരിക്ക് കാണാനും പഠിക്കാനുമാണ് അള്ളാഹ് കണ്ണു കൊടുത്തിരുന്നത്. എന്നിട്ടാണ് ഇച്ചക്കനുസരിച്ചും പൈസക്കനുസരിച്ചും അത് മാറ്റിയത്. അപ്പൊ അതിനനുസരിച്ച് ആഖിറത്തിലെത്തുമ്പോ അന്ധന്മാരായിട്ട് വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പൊട്ടന്മാരായി വരുന്നൊരു വിഭാഗം സംസാരിക്കാൻ കഴിയൂല, കാതും കേൾക്കൂല, ബുദ്ധിയില്ലാത്തവർ. അല്ലദീന യഅജബൂന ബിഅമാലിഹിം, അമലുകൾ കൊണ്ട് ഉൾനാട്യമുള്ള ആളുകൾ. എന്തെങ്കിലും ഒരു സുകൃതം ചെയ്താൽ അത് 4 ആളെ അറിയിക്കണം. എന്തെങ്കിലും ഒരു സുകൃതം ചെയ്താൽ അത് പ്രൊഫൈലാക്കി ലോകത്ത് മുഴുവനും പരത്തണം. അത് ഫോട്ടോ എടുത്ത് എല്ലാ ഭാഗത്തും സപ്ലൈ ചെയ്യണം. എന്തിനാ സഹോദരങ്ങളെ? അത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴേക്ക് ഞാൻ അത്യാവശ്യം തിരക്കിടില്ല അങ്ങനൊക്കെ ചെയ്യുന്ന ആളാണ്. അതാ ചിലരൊക്കെ പ്രൊഫൈൽ വെക്കുന്നത് അവരവർ ചെയ്ത സുഹൃതങ്ങൾ. അത് പബ്ലിസിറ്റി ചെയ്യേണ്ട ഒന്നാണോ? ഒരിക്കലും അല്ല. ശിഷ്യന്മാർക്ക് വരെ ഉസ്താദ് അവരുടെ അമല് വിശദീകരിച്ചു കൊടുക്കുമ്പോ മഹാന്മാര് പറഞ്ഞു, ഉസ്താദ് ചെയ്ത ഏതെങ്കിലും സുഹൃതം മാതൃകയാക്കാൻ ശിഷ്യന്മാർക്ക് വിശദീകരിച്ചു കൊടുക്കുമ്പോ ഉസ്താദ് നിയ്യത്ത് നന്നാക്കണം. ബാപ്പാര് മക്കളോട് പറയാ, മക്കളെ ഞമ്മളൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്തത് എന്ന് പഴയകാലത്തെ ചരിത്രം പറഞ്ഞു കൊടുക്കുന്ന ബാപ്പാരെ മനസ്സില് എന്റെ മോന് ഇതൊക്കെ ചെയ്തിട്ട് നന്നാകാനാണ് പടച്ചോനെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, ഞാനൊരു വലിയ ആളാകാനല്ല, എന്റെ മോന് മാതൃകയാക്കാനാണ് പറഞ്ഞു കൊടുക്കുന്നത്. നല്ല നിയ്യത്തുണ്ടാകണം. എന്തിനാണ് ആ നിബന്ധന പറഞ്ഞത്? ചെയ്ത അമല് പോകാതിരിക്കാനാണ്. റുജുബ് കൂടിപ്പോയാൽ ചെയ്ത അമല് മുഴുവനും വിഫലമായി പോയി, എല്ലാം നഷ്ടത്തിലായി പോയി. വല്ലദീന യംലഗൂന അൽസിനതഹും, നാവ് ചവച്ചരച്ചിട്ട് ഖേല ഒലിക്കും പോലെ ദുർഗന്ധം ഒലിച്ചുകൊണ്ട് കാണുന്നവരൊക്കെ മ്ലേച്ഛമായി തള്ളുന്ന വിഭാഗം. ഫൽ ഉലമാഉ വൽ ഖസ്സാസ്, പണ്ഡിതന്മാരാണ്, കഥ പറയുന്നവരാണ്. അല്ലദീന യുഖാലിഫു ഖൗലുഹും ഫീലഹും, അവരെ വാക്കിനോട് അവരെ ഫീലി എതിരാകുന്നു.
പറഞ്ഞതൊന്ന് വേറെ, ചെയ്യുന്നതൊന്ന് വേറെ. നഊദു ബില്ലാഹ്. ഒരു ഭാഗം വന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഭാഗം പോയി ചെയ്യുമ്പോ പറഞ്ഞതിനോട് കൂറു പുലർത്തണ്ടേ, കൂലു പുലർത്തണം. 5 വക്ത് നിസ്കരിക്കണമെന്ന് നിർബന്ധവും വിഷയങ്ങളും ഹുക്കുമുകളൊക്കെ പറഞ്ഞിട്ട് നിസ്കരിക്കാതെ ഒരു ഭാഗത്ത് കിടന്നുറങ്ങിയിട്ട് മടിയനായി നടന്നാല്, സുന്നത്തുകളുടെ പ്രാധാന്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു സുന്നത്തിനോടും താല്പര്യമില്ലാതെ ഒന്നും കൊണ്ടു നടക്കാതെ നടന്നാല് അതിന് വരുന്ന ശിക്ഷയാണ്. പറയാൻ ഉപയോഗിച്ചത് നാവല്ലേ, ആ നാവ് തന്നെയാണ് അള്ളാഹു ശിക്ഷിക്കുന്നത്. നാവിനങ്ങോട്ട് വലിച്ചു നീട്ടിയിട്ട് നാവിൽ നിന്ന് കേലങ്ങനെ ഒഴുകുന്ന രൂപത്തില്, കണ്ടവരൊക്കെ വെറുപ്പാകുന്ന രൂപത്തില്, കാണുന്നവര് മുഴുവനും വെറുപ്പോടെ തള്ളുന്ന രൂപത്തില് അങ്ങനെ വന്നു ചേരുന്നു. അപകടം പിടിച്ച സംഗതി തന്നെയാണ്. അല്ലാഹു തആലാക്ക് വലിയ വെറുപ്പുള്ള സംഗതിയാണ് കബുറ മഖ്തൻ ഇൻദല്ലാഹ് അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങൾ പറയുന്നത് അല്ലാഹു തആലാക്ക് വലിയ ദേഷ്യമുള്ള, വലിയ വെറുപ്പുള്ള സംഗതിയാണ്. അങ്ങനെ ചെയ്യരുത് എന്ന് അല്ലാഹുവിന്റെ ഉപദേശമാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാത്ത ഒരു വിഷയം ചെയ്യുന്നു എന്ന് ഏതെങ്കിലും ആലിമീങ്ങളെ പറ്റി പഴയ കാലത്ത് ആരെങ്കിലും മധു പറഞ്ഞാൽ അത് കേൾക്കുമ്പോ തന്നെ അവർക്ക് പേടിയാണ്. ഓലിങ്ങനെ നിന്ന് വലുതാകൊന്നുമില്ല. ഇമാമുൽ ആലം അബു ഹനീഫ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോഴാണ് ഒരാൾ മറ്റൊരാളോട് പറഞ്ഞത്, പോകുന്ന ആളെ കണ്ടോ? സാധാരണ ആളല്ല, അതാ റജുലുൻ യുഹീൽ ലൈല കുല്ലഹു, രാത്രി മുഴുവനും ഹയാത്താക്കുന്ന ആളാണ് ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു. ഇത് കേട്ടപ്പോ അബു ഹനീഫ തങ്ങൾ ആകെ പേടിച്ചു പറിച്ചുപോയി. പടച്ചോനെ, എന്നെ പറ്റിയോ? എന്നെ പറ്റിയാണോ ആ പറഞ്ഞത്? അബ്ബേ, എന്നെ പറ്റിയാണോ പറഞ്ഞത്? ഞാൻ അങ്ങനെ അല്ലല്ലോ അല്ലാ. ആരാണ് ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞു കൊടുത്തത്? അബൂ ഹനീഫ തങ്ങൾ പേടിക്കുന്നു ആ വാക്കിനെ പറ്റി. ഞാൻ അങ്ങനെയാണ് എന്നല്ല പറഞ്ഞു, ഞാൻ അങ്ങനെ അല്ലല്ലോ. പിന്നെ മഹാനവർകൾ അവിടുന്ന് അങ്ങോട്ട് നീണ്ട 40 കൊല്ലം രാത്രി എടുത്ത് അതേ ഉളൂ കൊണ്ട്, ഇശാന്റെ ഉളൂ കൊണ്ട് സുബഹി നിസ്കരിക്കുന്നു. ഒരൊറ്റ ദിനവും ഉറങ്ങിയിട്ടില്ല. എന്നെ പറ്റി ഒരാളങ്ങനെ പറഞ്ഞെങ്കിൽ അല്ലാ, നിന്റെ അടുക്കലെങ്കിലും ഞാൻ അങ്ങനെ ആകണ്ടേ? ഞാൻ അങ്ങനെ ആകാതിരുന്നാൽ ഞാൻ മോശക്കാരനല്ലേ? മഹാനവറുകൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. സഹോദരങ്ങളെ, വാക്കും പ്രവൃത്തിയും തമ്മിൽ എതിരാകുമ്പോ അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ ചെറുതല്ല, വലുതാണ്.